ഇന്നലെ പെരുന്നാളിൻ്റെ ബിരിയാണി ആയിരുന്നു സെറ്റിൽ. അങ്ങനെ ദമ്മ തുറക്കാൻ പോവാണ് കേട്ടോ. നായികയെ നോക്കി നിൽക്കുകയാണ് നായകൻ. ഇർഷാദാണ് പൊട്ടിക്കാൻ പോണത്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ സംവിധായകൻ നിതീഷ് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, സെറ്റിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മുടെ നായിക കുട്ടി നിൽക്കുന്നുണ്ട്. ദമ്മ പൊട്ടിച്ചു. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് സ്വാദ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാൻ പറ്റില്ല. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ബിരിയാണി ഇപ്പുറത്തിരിക്കുന്നുണ്ട് ദമ്മ്. ഞാനപ്പോൾ ആ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ചോറുണ്ട്, പിന്നെ അവിയലുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, പെരുന്നാൾ സ്പെഷ്യൽ പായസമുണ്ട്. അടിപൊളി. ഞാൻ ഒത്തിരി പായസം ഉണ്ടാക്കി കൊണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരാണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നത് കേട്ടോ. അവിടെയുള്ള ഒരു വനിതാ ക്യാൻറ്റീൻ കുടുംബശ്രീ, അവരാണ് ഞങ്ങൾക്ക് ഫുഡ് തരുന്നത്. അടിപൊളി ഫുഡാണ് കേട്ടോ. സെറ്റിൽ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്കൂളിൽ കഞ്ഞിക്ക് കുട്ടികളെ ഉടനന്തി ഒരു ഓട്ടമാണ്. ഞാനും വിജിയും എല്ലാവരും കൂടി ആക്രാന്തടിച്ച് ഓടും. ഇന്നലെ നടന്ന ചെറിയ പെരുന്നാൾ വലിയ ആഘോഷം അടിപൊളിയായി. സ്നേഹത്തോടെ വെച്ച് വിളമ്പിയ ബിരിയാണി. അപ്പോൾ ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഇന്നലെ പെരുന്നാളിൻ്റെ ബിരിയാണി ആയിരുന്നു സെറ്റിൽ. അങ്ങനെ ദമ്മ തുറക്കാൻ പോവാണ് കേട്ടോ. നായികയെ നോക്കി നിൽക്കുകയാണ് നായകൻ. ഇർഷാദാണ് പൊട്ടിക്കാൻ പോണത്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ സംവിധായകൻ നിതീഷ് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, സെറ്റിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മുടെ നായിക കുട്ടി നിൽക്കുന്നുണ്ട്. ദമ്മ പൊട്ടിച്ചു. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് സ്വാദ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാൻ പറ്റില്ല. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ബിരിയാണി ഇപ്പുറത്തിരിക്കുന്നുണ്ട് ദമ്മ്. ഞാനപ്പോൾ ആ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ചോറുണ്ട്, പിന്നെ അവിയലുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, പെരുന്നാൾ സ്പെഷ്യൽ പായസമുണ്ട്. അടിപൊളി. ഞാൻ ഒത്തിരി പായസം ഉണ്ടാക്കി കൊണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരാണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നത് കേട്ടോ. അവിടെയുള്ള ഒരു വനിതാ ക്യാൻറ്റീൻ കുടുംബശ്രീ, അവരാണ് ഞങ്ങൾക്ക് ഫുഡ് തരുന്നത്. അടിപൊളി ഫുഡാണ് കേട്ടോ. സെറ്റിൽ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്കൂളിൽ കഞ്ഞിക്ക് കുട്ടികളെ ഉടനന്തി ഒരു ഓട്ടമാണ്. ഞാനും വിജിയും എല്ലാവരും കൂടി ആക്രാന്തടിച്ച് ഓടും. ഇന്നലെ നടന്ന ചെറിയ പെരുന്നാൾ വലിയ ആഘോഷം അടിപൊളിയായി. സ്നേഹത്തോടെ വെച്ച് വിളമ്പിയ ബിരിയാണി. അപ്പോൾ ഒരിക്കൽ കൂടി ഈദ് മുബാറക്.